നമസ്കാരം. പ്രഭാഷണം തുടരാണ്ട. ഈ മൊഗാഡ് എന്ന് പറയുന്ന ഒരു അസുഖം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് സ്ട്രോക്കിന് സമാനമായ ഒരു അസുഖം. കണ്ടാൽ അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോൾ സ്ട്രോക്കാന്ന് വിചാരിക്കുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിൽ 2 പേർക്ക് എങ്ങാണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഫ്രണ്ടിന് നിർഭാഗ്യവശാൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ തന്നെ. അതായത് ശരീരം തളർന്നു പോവുക, അതുപോലെ തന്നെ കാഴ്ച പെട്ടെന്ന് പോവുക, അതുപോലെ ബലക്കുറവ്, ശരീരത്തിന് ബലക്കുറവ്, ഒരു മൂത്രം പോലും പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമ്പം ഈ സ്ട്രോക്കാന്ന് കരുതി ചികിത്സ തേടിയാൽ അത് വേറെ തെറ്റായ ചികിത്സയിലേക്ക് പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിദഗ്ധമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ ചികിത്സിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മളുടെ പ്രതിരോധ സംവിധാനം നമ്മളെ തന്നെ ആക്രമിക്കുന്ന ഒരു അസുഖമാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് കുറേ ഡിസീസുകൾ, ഇതിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഈ അടുത്ത കാലത്ത് ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിൽ അതിന് ഒരു സിമ്പോസിയം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ പ്രതിരോധ സംവിധാനം നമ്മളെ തന്നെ തകർക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ കീമോയാണ്. അതായത് ക്യാൻസറിന് തുല്യമാണ് ഈ അസുഖം, പക്ഷെ ക്യാൻസറിനേക്കാളും മോശമായ അസുഖമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു സൈഡ് തണുപ്പും ഒരു സൈഡ് ചൂടും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ അസുഖത്തിൽ. അതുപോലെ തന്നെ ഇത് ചാറ്റ് ജിപിടിയും ഗൂഗിളൊക്കെ പറയുന്നത് ഒരു കോവിഡ് വാക്സിന് ശേഷം വന്ന ഒരു അസുഖമായിട്ടാണ് അതിലൊക്കെ പറയുന്നത് കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പം കോവിഡ് വാക്സിനെ കുറ്റം പറയോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് അതിനെതിരെ ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതും അങ്ങനെ പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ഈ വാക്സിനേഷൻ ഉത്തേജിപ്പിച്ചു എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അതിനകത്ത് എഴുതിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചാറ്റ് ജിപിടിയിലൊക്കെ മൊഗാഡ് എന്ന് പറഞ്ഞ അസുഖം നമുക്ക് നോക്കി അറിയാൻ പറ്റും, അതിൻ്റെ കാരണങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഏതായാലും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാര സ്ട്രോക്കാണെന്നും പറഞ്ഞുകൊണ്ട് ചികിത്സിക്കാതെ നല്ല ഹോസ്പിറ്റലിൽ പോയി. ഇപ്പം ഒരുപാട് രോഗങ്ങൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത രോഗങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ.